ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. ഉപ്പുമാവ്, സൂചി ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ സൂചി ഗോതമ്പ് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസിന്റെ അളവില്, ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് സൂചി ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു അരമണിക്കൂർ ഞാനിപ്പോ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമുക്കിത് എടുക്കേണ്ടത്. ഞാനിപ്പോ സൂചി ഗോതമ്പ് നന്നായിട്ട് കഴുകി നല്ല പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള, ചെറിയൊരു സവാള, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം, കുറച്ച് മതിയാവും. പിന്നെ 1 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ നെയ്യ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ഉരുളിയാണിപ്പോൾ അടുപ്പിൽ വെച്ചേക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയും നെയ്യും കൂടി നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. കടുകൊക്കെ പൊട്ടിത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗൺ കളറിലൊന്ന് ആവുന്നിടം വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ബീൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 ബീൻസും കൂടി ചെറുതായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിടാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേക ഒരു ഫ്ലേവർ നമുക്ക് ഉപ്പുമാവിൽ കിട്ടും. അതിപ്പോൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിലും ഈ സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിലും എന്തിനാണേലും നെയ്യ് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. ഞാൻ ഈ ഉപ്പുമാവ് എപ്പോഴും ഞാനിത് ഉണ്ടാക്കും. വളരെ ഇഷ്ടമാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടമാവുന്ന ഒരു ഉപ്പുമാവ് തന്നെയാണ്. അപ്പൊ ഇതൊരു ചെറിയൊരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. മറ്റേ റവ ഉപ്പുമാവിന് ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വെച്ചാൽ ഈ പിന്നെ സൂചി ഗോതമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണല്ലോ. അപ്പോൾ നമ്മൾ വെള്ളവും കൂടി ഒരുപാട് ഓവർ ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കിടന്ന് ഒരുമാതിരി അങ്ങ് കുഴഞ്ഞ് പരുവത്തിൽ നമുക്കിത് കിട്ടും. ഉപ്പുമാവ് നമുക്ക് കറക്റ്റ് ടേസ്റ്റിലോ ലെവലിലോ ഒന്നും നമുക്ക് കിട്ടില്ല. ഇതിപ്പോ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി വീണ്ടും ബാക്കി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടി പിടിക്കും, കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ അത് ശരിയാവില്ല.
ഇതൊരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സെക്കൻഡ് ഞാൻ അടച്ചു വെച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറഞ്ഞത് ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കളർ ചേഞ്ച് ഒക്കെ ആയിട്ട് വരണം ഇത്, അല്ലെങ്കിൽ നമുക്ക് ഇത് തിന്നാൻ ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഈ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും ഒക്കെയും കൂടി ആ നെയ്യിന്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിത് മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കും. പിന്നെ എന്റെ ഉമ്മയുടെ ഒരു സ്പെഷ്യലാണ് ഈ സൂചി ഗോതമ്പ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാത്രം ഇത് ചെയ്യുക കേട്ടോ. എങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്തൊന്നും കിട്ടത്തില്ല, അടിയിലൊക്കെ അങ്ങ് കരിഞ്ഞങ്ങ് പിടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ റവ ഉപ്പുമാവ് ഉണ്ടാക്കും പോലെ വെള്ളം ഒരുപാട് ചേർക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കുതിർത്തിയെടുത്താണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സൂചി ഗോതമ്പിന്റെ വേറെ കുറെ റെസിപ്പീസ് ഒക്കെ ഞാൻ പിറകെ ഇട്ടോളാം. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം. അപ്പൊ നമ്മുടെ ഉപ്പുമാവ് ഇതാ ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കട്ടയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ചിലരുണ്ടാക്കുമ്പോഴത്തേക്ക് കട്ടയൊക്കെ പിടിക്കുന്നുണ്ടാവും. അങ്ങനെ കുറെ പേര് എന്റെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കട്ട പിടിക്കുന്നു എന്നൊക്കെ. അത് വെച്ചാല് വെള്ളമൊക്കെ കൂടി പോകുന്നതാണ് കേട്ടോ കാരണം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഉപ്പുമാവ് കിട്ടേണ്ടത്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ സൂചി ഗോതമ്പിന്റെ അടിപൊളി ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും സൂചി ഗോതമ്പൊക്കെ വെച്ചിട്ട് ഈ ഉപ്പുമാവ് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ വെറൈറ്റി ഡിഷസുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.